ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഞാൻ റോസ്മെരി ഓയിൽ ഉണ്ടാക്കി യൂസ് ചെയ്തത്. കുറേ വീഡിയോസ് കണ്ട് അതിൽ നിന്ന് നല്ലത് സെലക്ട് ചെയ്ത് ആ ഒരു രീതിയാണ് ട്രൈ ചെയ്തത്. ആ ഒരു വീഡിയോയിൽ എല്ലാവരും തന്നെ നല്ല കമൻസാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി ആയിട്ടുള്ള മെത്തേഡുമാണ് ചെയ്തിട്ടുള്ളത്. റോസ്മേരി ഞാൻ ഒരുപാട് നാളായി വാങ്ങി വെച്ചിട്ട് അതിൻ്റെതായൊരു ടൈമൊക്കെ ഇല്ലേ, നല്ലൊരു സ്മെല്ലാണ്, ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ പണിയിട്ടൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഓയിൽ ഉണ്ടാക്കാനായിട്ട് കുറച്ച് മാത്രമേ യൂസ് ആക്കിയിട്ടുള്ളൂ. ആ ഒരു വീഡിയോയിൽ പറഞ്ഞ അളവിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ റോസ്മേരി ഓയിൽ മാത്രമല്ല, അതിൻ്റെ വാട്ടറും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്. ഓയിൽ യൂസ് ചെയ്തിട്ട് പണിയിട്ടതോടുകൂടി റോസ്മേരിയോടുള്ള ആ ഒരു ആഗ്രഹം ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഞാൻ ഇതിൽ ഓയിൽ ഉണ്ടാക്കുന്ന മെത്തേഡ് കാണിക്കുന്നുണ്ട്. എന്നെപ്പോലെയുള്ള പ്രശ്നം ഇല്ലാത്തവർക്ക് ചെയ്യാലോ. അലർജി ഉള്ള ആൾക്കാർ ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് തന്നെയാണ് നല്ലത്. ഫസ്റ്റിൽ ഞാൻ ഉണ്ടാക്കി യൂസ് ചെയ്ത് ഫസ്റ്റ് ഡേ, ആ ഒരു ഡേയിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ രണ്ടാമത്തെ ഡേയിൽ ഒന്നും ചെയ്തില്ല, തേച്ചിട്ടൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ ദിവസമാണ് തേച്ചത്. ആ ഒരു ഡേയിൽ നല്ല ബുദ്ധിമുട്ട് തന്നെ തോന്നി. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ യൂസ് ചെയ്യാതെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വന്നു. ശ്വാസം മുട്ടൽ വരെ, ആ ഒരു സ്റ്റേജ് വരെ എത്തി ഇത് യൂസ് ചെയ്തിട്ട്. ഓൾറെഡി ഞാൻ അലർജി പ്രോബ്ലം ഉള്ള ആളാണ്, അതുകൊണ്ടായിരിക്കണം എനിക്കിങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളവർ, ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ആരും തന്നെ ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. മൈഗ്രെയിനുള്ള ആളും ഇത് യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഭയങ്കരമായിട്ടുള്ളൊരു ഹാംഫുൾ സ്മെല്ലാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുന്നത്. ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്, തിളപ്പിക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചു. തിളച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ബൗളാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സ്റ്റീൽ ബൗൾ വേണമെങ്കിൽ ചേർക്കാം. ഒരു 3 ചെറിയ സ്പൂൺ റോസ്മേരി 200 മില്ലി വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് ഒരു 25-30 മിനിറ്റ് ഒന്ന് ഇത് ചൂടാക്കിയെടുത്തു. അപ്പോൾ ഇത്രയും സ്മെല്ല് എനിക്ക് പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കണം ഇത് നോർമൽ ഓയിൽ നമ്മൾ തലയിൽ തേക്കുമ്പോൾ കാച്ചിയെടുക്കുന്ന ലെവലിൽ കാച്ചിയെടുക്കാതെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ സ്മെല്ല് ഉള്ളത് കാരണം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്ത് യൂസ് ചെയ്യുക. പ്രശ്നമില്ലാത്തവർക്കിത് ധൈര്യമായിട്ട് യൂസ് ആക്കാം. എല്ലാവരും നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒന്ന് തന്നെയാണ് റോസ്മേരി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ട്രൈ ചെയ്യാനായിട്ട് നിന്നതും. നല്ല പോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ട് എനിക്ക്. അതുപോലെ ഞാൻ വാട്ടറും കൂടി ഉണ്ടാക്കണമെന്ന് വെച്ചതാണ്, അത് ഉണ്ടാക്കിയിട്ടില്ല. അത് എങ്ങനെ ഉണ്ടാക്കലെന്ന് വീഡിയോയിൽ പറയാം. നല്ലൊരു രീതി തന്നെയാണ് അത്. 2 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ റോസ്മേരി, 1 ടീസ്പൂൺ കരിഞ്ജീരകം, 1 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്ത് യൂസ് ചെയ്യാം. ഇത് നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, തലയൊട്ടിയിലും മുടിയിലൊക്കെ. അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് തേച്ച് കൊടുക്കല്ല, ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുത്താലും നല്ല റിസൾട്ട് തന്നെയാണ് ഉണ്ടാവുമെന്ന് ആ ഒരു വീഡിയോയിൽ കമൻറ്റിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അലർജിക് പ്രോബ്ലം ഉള്ളവർ, മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളവർ ഇത് യൂസ് ചെയ്യാതിരിക്കുക. ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ ഒന്ന് അറിയിക്കുക. അല്ല എനിക്ക് മാത്രമാണോ ഇങ്ങനെ വന്നിട്ടുള്ളത് എന്ന് അറിയാനായിട്ടാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. റോസ്മേരി ഇതുവരെയും ട്രൈ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ആരും ഇങ്ങനൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും നല്ല കമൻറ്റ്സ് തന്നെയാണ് പറയുന്നത് റോസ്മേരിയെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. ഓയിൽ തേച്ച് പ്രശ്നം കൊണ്ട് കാരണം ഞാൻ
വാട്ടർ ഉണ്ടാക്കിയിട്ടേ ഇല്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള ആ ഒരു മെത്തേഡിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓയിൽ റെഡിയായി വരുമ്പോഴത്തേക്കും വലിയ കളർ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു നോർമൽ ഉണ്ടാകുന്ന ആ ഒരു ഓയിലിനും കുറച്ചൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. നല്ല ഇത് റോസ്മേരിയുടെ ലീവ്സ് ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ടാവും. കറക്റ്റ് കൺസിസ്റ്റൻസി അതാണ്. ഏകദേശം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി എടുക്കാം. എന്നിട്ട് തണുത്ത് കഴിഞ്ഞാൽ അരിച്ചെടുത്ത് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാം. എന്നിട്ട് ഇത് യൂസ് ചെയ്യേണ്ട വിധമൊക്കെ എല്ലാവർക്കും എന്തായാലും അറിയുന്നതന്നെയായിരിക്കും. 2-3 ഡ്രോപ്സ് മാത്രം എടുക്കുക. നമ്മൾ നോർമൽ യൂസ് തലയിൽ തേക്കാൻ എടുക്കുന്ന കോക്കനട്ട് ഓയിലിൻ്റെ അളവിൽ കോക്കനട്ട് ഓയിലും കൂടി എടുത്ത് ഇതിൽ ഈ ഒരു 3-4 തുള്ളി പറഞ്ഞില്ലേ, അതിൽ നല്ല പോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം തലയോട്ടിയിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.